ഹലോ എവരിവൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് കാലം പറഞ്ഞ കഥ എന്ന സിനിമയിലൂടെ ഒരു കഥാപാത്രമായി എത്തുന്ന അബാൻ മോഹൻ അല്ലെ? വെൽക്കം ചേട്ടാ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ, എല്ലാം നന്നായിട്ട് പോകുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടെല്ലാം ഭംഗിയായി തീരുമെന്ന് ആശിക്കുന്നു. അപ്പൊ കാലം പറഞ്ഞ കഥ എന്ന് പറഞ്ഞ സിനിമയില് എങ്ങനെയാണ് വരുന്നത്? എന്ത് കഥാപാത്രത്തിലാണ് വരുന്നത്? കാലം പറഞ്ഞ കഥയിൽ ഞാനൊരു ഫിലാന്തറോപ്പിസ്റ്റ് ആണ്. ഓക്കെ. അപ്പം ഒരു ജീവകാരുണ്യ പ്രവർത്തനായിട്ടുള്ള ഞാൻ ഇതിനകത്തൊരു വില്ലനായിട്ടാണ് വടിവാൾ സുകുമാരൻ എന്ന കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിച്ചത്. നല്ല വെയിറ്റുള്ള വടിവാൾ സുകുമാരൻ. അപ്പൊ ഈ നായകനെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് എന്റെ കഥാപാത്രത്തെ. മെയിൻ വില്ലൻ ആയിട്ടാണ്. ഇപ്പൊ ലൈഫിലൊരു ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞു, ഇപ്പൊ കാണുമ്പോ തന്നെ അറിയാം ഒരു ഭാവമായിട്ടിരിക്കുന്ന ഒരാളാണ്. എപ്പോഴും ചിരിച്ചിട്ട് അങ്ങനെയുള്ള ഒരു പോസിറ്റീവായിരിക്കുന്ന ആള് സിനിമയിൽ വന്നപ്പോ നെഗറ്റീവായി. എങ്ങനെ ഉണ്ടായിരുന്നു ആ റോള്? എങ്ങനെ ഉണ്ടായിരുന്നു ആ റോള്? ഒരു നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞെന്നാണ് എന്റെ വിശ്വാസം. നമ്മളെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലൂടെ പ്രവർത്തിക്കുന്നവരല്ലേ, അതുകൊണ്ട് തീർച്ചയായിട്ടും അതും ചെയ്യാൻ ദൈവം നന്നായിട്ട് അനുവദിച്ചു എന്നാണ്. ഈ അജാസിനോടൊപ്പം, സാന്ദ്രയോടൊപ്പം, പിന്നെ കേരളത്തിലെ പ്രമുഖ ജയൻ ചേർത്തല, അരിസ്റ്റോ സുരേഷ്, പിന്നെ ശിവജി ഗുരുവായൂർ, പിന്നെ കൊല്ലം തുളസി, നിഷ സാരംഗി, ഈ രശ്മി അനിൽ തുടങ്ങിയ ഇവരോടൊപ്പം ഒക്കെ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം തന്നെ. മിക്കവാറും എല്ലാവരുമായിട്ട് ഞാൻ കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട്, ചെയ്യാനുള്ള അവസരം കിട്ടി. ഇപ്പൊ നേരത്തെ നമ്മൾ അറുമുഖനായിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞു ഒരു ആശാൻ കോബ്ര രാജേഷും അങ്ങനെ ആശാൻ ശിഷ്യം ബന്ധങ്ങൾ ഉണ്ടായിരുന്നൊക്കെ. അപ്പൊ അവരൊക്കെ ഒപ്പമുള്ള ഒരു കോംബോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട്. കാരണം നമ്മള് അവിടെ ഒരു കഥാപാത്രമായിട്ട് ജീവിക്കുകയാണ് ചെയ്തത്. അപ്പൊ കോബ്ര സുരേഷ് പിന്നെ അറുമുഖനൊക്കെ എൻ്റെ അസിസ്റ്റൻസ് ആണ്. അപ്പൊ എൻ്റെ പ്രതാപകാലത്ത് അവരെയൊക്കെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നവരാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോഴും അവരനുസരിക്കും. അങ്ങനെ ഒരു ക്യാരക്ടർ. ഇപ്പൊ റിയൽ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ഈ ക്യാരക്ടറിലോട്ട് വന്നപ്പോ എടുക്കാൻ പറ്റിയോ? റിയൽ ലൈഫിന് സോന്റെ റിയൽ ലൈഫും ക്യാരക്ടറും തമ്മിൽ എന്തെങ്കിലും കമ്പാരിസണോ അല്ലെങ്കിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടായിരുന്നോ? അല്ല, അങ്ങനെയില്ല. പക്ഷെ ഞാൻ ഇതുമായിട്ട് സഹകരിപ്പിച്ചത്, ഞാനൊരു ഈ ലഹരിക്കെതിരെ എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അതായത് കേരളത്തിൽ ആദ്യമായിട്ട് ഷാപ്പ് കൂട്ടിച്ചത് മട്ടാഞ്ചേരി കൂവപ്പാടത്ത് മന്മഥൻ സാറിനോടും NS പണിക്കർ സാറിനോടും കുമാരപിള്ള സാറിനോടും ഒപ്പം ഷാപ്പ് കൂട്ടിക്കാൻ ഞാനും അന്ന് പങ്കാളിയായ ഒരുത്തനാണ്. അപ്പൊ ലഹരിക്കെതിരെ അന്ന് ഞാൻ പോരാടുന്ന ഒരാളാണ്. ഈ സിനിമയും ലഹരിക്കെതിരെയുള്ള ഒരു സിനിമ ആയതുകൊണ്ട്, ഒരു ബോധവൽക്കരണ സിനിമ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ സഹകരിച്ചത് എനിക്ക് സന്തോഷമേ ഉള്ളു.